ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ആര്യ ദിനചന്ദ്രൻ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് അധികം PR പാക്കേജസിൻ്റെ അൺബോക്സിങ് ആണ് കേട്ടോ. ആക്ച്വലി അൺബോക്സിങ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഓൾറെഡി ഞാൻ ഈ പ്രൊഡക്റ്റൊക്കെ ഒന്ന് തുറന്നു നോക്കി. അപ്പോൾ നമുക്കത് ഏതൊക്കെ പ്രൊഡക്റ്റാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് കാണാം. ഇത്ര രണ്ട് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് രണ്ട് വട്ടം വന്നിട്ടുള്ളത് കുറച്ചധികം വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡോട്ട് ആൻഡ് കീയുടെ ഈ ഒരു വിറ്റമിൻ C+E സൂപ്പർ ബ്രൈറ്റ് മോയ്സ്ചറൈസർ ആണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഇത് യൂസ് ചെയ്തിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള പ്രോഡക്റ്റാണ്. പക്ഷേ എനിക്ക് വിറ്റാമിൻ C ഇടയ്ക്ക് വെച്ചിട്ട് ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആയിട്ടുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ വർഷമല്ല, ഈ വർഷം ഒരു ഏപ്രിൽ ടൈമിലൊക്കെ എൻ്റെ സ്കിൻ അത്യാവശ്യം നന്നായിട്ട് സെൻസിറ്റീവ് ആയതിന് ശേഷം എനിക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റാണ്ടായിട്ടോ. അങ്ങനത്തെ എനിക്ക് ആ ഒരു സ്കിൻ ഇഷ്യൂ വന്നതുകൊണ്ട് ഞാനിപ്പോൾ ഭയങ്കര സെൻസിറ്റീവ് ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ എന്ത് ചെയ്തത്, അച്ഛനെ യൂസ് ചെയ്യാൻ കൊടുത്തു. എൻ്റെ അച്ഛനെ യൂസ് ചെയ്തിട്ട് ഇത് ഭയങ്കര റിസൾട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം അച്ഛൻ ഇത് കംപ്ലീറ്റ് അച്ഛൻ യൂസ് ചെയ്തു. ഇതിൻ്റെ തന്നെ വിറ്റാമിൻ സിയുടെ ഫേസ് വാഷ് ഉണ്ടായിരുന്നു, മോയ്സ്ചറൈസർ യൂസ് ചെയ്തു, അതിനുശേഷം സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ്. ഇത് ഓൾറെഡി ഇപ്പോൾ അച്ഛൻ ഇതൊരെണ്ണം ഫിനിഷ് ചെയ്തുകൊണ്ട് തന്നെ എനിക്കറിയാം നല്ല റിസൾട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്നുള്ളത്. പിന്നെ ഞാൻ കൂടുതൽ ഈ PR വരുന്ന പ്രൊഡക്റ്റ് തന്നെയാണ് ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാറുള്ളത്. അല്ലാതെ നമുക്കിത് ഫീൽ ചെയ്തും കളഞ്ഞാൽ മതിയുള്ള കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഞാനിത് ജെന്യുവൻലി കുറേ നാൾ ട്രൈ ചെയ്തിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ പറയുന്നത്. നിങ്ങൾക്ക് തന്നെ കാണാം, ഫസ്റ്റ് ചാനൽ തുടങ്ങിയ ടൈമിൽ എനിക്ക് അത്യാവശ്യം ഇവിടെ മാർക്സ്, പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ PR വരുന്ന പ്രൊഡക്റ്റ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് യൂസ് ചെയ്ത റിസൾട്ട് ഉള്ളത് മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇത് എനിക്ക് യൂസ് ചെയ്തിട്ടും എൻ്റെ അച്ഛനെ യൂസ് ചെയ്തിട്ടും നല്ല റിസൾട്ട് ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റാണ്. നല്ല ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. പിന്നെ നമുക്ക് വന്നിട്ടുള്ള പ്രൊഡക്റ്റ് ഡോട്ട് ആൻഡ് കീയുടെ തന്നെ വിറ്റാമിൻ സിയുടെ SPF ആണ് കേട്ടോ. ഇതിൻ്റെ വാട്ടർമെലൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അടിപൊളിയാണ്. അതിൻ്റെ കൂടെ എനിക്കിത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇച്ചിരി സെൻസിറ്റീവ് ആയതുകൊണ്ട് യൂസ് ചെയ്യാൻ ഒരു എന്താ പറയുക, എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഇത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ ഞാൻ കാണിച്ചു തരാം. നല്ല വാട്ടറിയാണ്, നല്ല രസമാണ് ഇതിൻ്റെ ടെക്സ്ചർ വന്നിട്ട്. ഇതൊക്കെ ഞാൻ ഓൾറെഡി പൊട്ടിച്ച് യൂസ് ചെയ്തായിരുന്നു, ചുമ്മാ വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിനെന്ന് പറഞ്ഞാൽ ഇതാ കണ്ടോ, ഇങ്ങനൊരു വാട്ടറി കൈൻഡ് ഓഫ് ടെക്സ്ചറാണ്. ഈസിലി നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബായി പോകും. PR പാക്കേജ് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് റിവ്യൂ പറയുന്ന പോലെ ഉണ്ടല്ലേ. ഇത് കണ്ടോ, പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബായി പോകും. അടിപൊളിയാണ് കേട്ടോ. ഇതും ഇതിൻ്റെ വാട്ടർമെലൺ കുറച്ചുകൂടെ എനിക്കിഷ്ടം വാട്ടർമെലൺ ആണ് കേട്ടോ. ഇതും നല്ലതാണ്, നല്ല അടിപൊളിയാണ് കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് യൂസ് ചെയ്തിട്ട് സെൻസിറ്റീവ് ആവുകയോ അല്ലെങ്കിൽ കണ്ണിന് ഇറിറ്റേഷൻ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല. ഇപ്പം ഞാൻ യൂസ് ചെയ്തിട്ട് ഒരു 2 വീക്സ് മുന്നെയാണ് ഇത് വന്നത്. ഞാൻ അപ്പോൾ യൂസ് ചെയ്തപ്പോൾ ഒന്നും എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നും തോന്നിയില്ല. മേ ബി എൻ്റെ സ്കിന്നിന് ബാരിയർ അത്രയും എന്താ പറയുക, ഒന്നും നല്ലതായി വന്നതുകൊണ്ടായിരിക്കും കേട്ടോ. ആ സെൻസിറ്റീവ്നെസ് ഒക്കെ ഒന്ന് മാറിയതുകൊണ്ടായിരിക്കും. അപ്പം ഇതാണ് നമുക്ക് പിന്നെ വന്നിട്ടുള്ള പ്രോഡക്റ്റ്. പിന്നെ നമുക്ക് വന്നിട്ടുള്ള ബ്രാൻഡാണ് കേട്ടോ സ്വിസ് ബ്യൂട്ടി. ഇത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ വന്ന ടൈമിൽ. പക്ഷേ ഇത്തിരി ചീറ്റിപ്പോയി പറയാം. അപ്പോൾ ഫസ്റ്റ് തന്നെ സ്വിസ് ബ്യൂട്ടിയിൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് അവരുടെ മേക്കപ്പ് ഫിക്സറാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒന്ന് യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. കാരണം ഇത് യൂസ് ചെയ്യാത്തതിനൊരു കാരണമുണ്ട്, അതും കൂടെ ഞാൻ പറയാം. അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് ഫസ്റ്റ് വന്ന പ്രോഡക്റ്റ്. അതിനുശേഷം പിന്നെ വന്നത് അവരുടെ ക്യൂട്ട് ന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് ആക്ച്വലി ഈ ഷെയ്ഡ് എനിക്ക് മേടിക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയില്ല. അതിൻ്റെ കാരണം ഞാൻ പറയാം. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇതിൻ്റെ ഷെയ്ഡ് കാണുമ്പോഴത്തേക്ക് അടിപൊളിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മേടിക്കണമെന്ന് വിചാരിച്ച സാധനമാണ് എനിക്ക് PR കിട്ടിയത്. എന്തായാലും കൊള്ളാം. പിന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് വന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ മാറ്റിഫൈയിങ് മേക്കപ്പ് പ്രൈമറാണ്. എൻ്റെ സ്കിൻ ടൈപ്പ് ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് മാറ്റിഫൈയിങ് പ്രൈമർ നന്നായിട്ട് വർക്ക് ആവും കേട്ടോ. അപ്പം ഇത് സ്വിസ് ബ്യൂട്ടിയുടെ മാറ്റിഫൈയിങ് പ്രൈമറാണ് പിന്നെ വന്നിട്ടുള്ളത്. ഇതാണ് കേട്ടോ അവരുടെ ഐഷാഡോ പാലറ്റാണ്. ഈ കാരണം കൊണ്ടാണ് ഇതൊന്നും ഞാൻ ട്രൈ ചെയ്യാഞ്ഞത്. കാരണം ഇത് നമുക്ക് ബ്രാൻഡ് അയച്ചപ്പോഴത്തേക്ക് ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയച്ചത്. പിന്നെ നിങ്ങൾക്കറിയാം സ്വിസ് ബ്യൂട്ടി എന്ന് പറയുന്നത് അത്രയും അഫോർഡബിൾ ആയിട്ട് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊടുക്കുന്ന ഒരു ബ്രാൻഡാണ്. നല്ല ബ്രാൻഡാണ്. ഞാൻ പേഴ്സണലി അവരുടെ ഐലൈനർ പെൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ഐബ്രോ പെൻസിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവരുടെ മേക്കപ്പ് ബ്രഷസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കൂടെ ഞാൻ 2-3 മേടിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്വിസ് ബ്യൂട്ടി എന്ന് പറയുന്നൊരു ബ്രാൻഡ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വന്നപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എനിക്ക് പെട്ടെന്ന് ട്രൈ ചെയ്യണമെന്നുള്ളത്. പക്ഷേ എനിക്ക് തൊടാൻ പോലും പറ്റിയില്ല. എൻ്റെ കാരണം ഇത് വന്നപ്പോൾ ഇതിനകത്ത് ഇപ്പം തന്നെ കാണാൻ പറ്റും. അതായത് ഒന്ന് പൊടിഞ്ഞൊക്കെയാണ് വന്നത്, കണ്ടോ. റിംഗ് ലൈറ്റിൻ്റെത് ഇത് കണ്ടോ, പൊടിഞ്ഞിട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ ഇതിങ്ങനെ വന്നതുകൊണ്ട് അപ്പം ഞാൻ നമ്മുടെ ക്യാമ്പയിൻ മാനേജർ ഉണ്ടല്ലോ, അവരുടെ അടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ലൈക്ക് എനിക്ക് ഇങ്ങനെയാണ് വന്നത്, അപ്പം ഇത് ചെയ്യണമെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു വെയിറ്റ് ചെയ്യൂ, അതിൻ്റെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വന്നിട്ട് 2 ആഴ്ചയാവുന്നു, ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ പ്രോഡക്റ്റ് ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാട്ടോ, അല്ലെങ്കിൽ എന്ത് എപ്പോഴേ യൂസ് ചെയ്യേണ്ടതെന്നറിയാമോ. എന്തായാലും ഈ ബ്രാൻഡുമായിട്ട് കൊളാബ് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പിന്നെ എനിക്ക് വന്നിട്ടുള്ളത് ഡെർമാടച്ച് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്നാണ് കേട്ടോ. ഇത് ഞാൻ ഇങ്ങനൊരു ബ്രാൻഡ് കണ്ടിട്ടുണ്ട്, എനിക്ക് ആഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് പെർട്ടിക്കുലർലി ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നൈസിനമൈഡ് 1% നൈസിനമൈഡ് ഉള്ള SPF 90 ആയിട്ടുള്ള ടിൻറ്റഡ് BB ക്രീം. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മേടിക്കണം എന്നുള്ളത്. പക്ഷേ
ഞാൻ അത്ര പൈസക്കാരി അല്ലാത്തത് കൊണ്ട് മേടിക്കാൻ നമുക്ക് നടക്കത്തില്ലടാ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ബ്രാൻഡ് എന്നെ കോൺടാക്ട് ചെയ്തത്. എന്നിട്ട് അവർ പറഞ്ഞു നമുക്ക് പ്രോഡക്റ്റ് ട്രൈ ചെയ്യാനായിട്ട് അയച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ജെനുവൻലി ട്രൈ ചെയ്തിട്ട് അവിടെ റിവ്യൂ പറഞ്ഞാൽ മതി എന്നുള്ളത് പറഞ്ഞു. നമുക്ക് അത്രയും ടൈം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് BB ക്രീം ആയതുകൊണ്ട് തന്നെ നമുക്കിട്ട് ഒരു 24 ഹവേഴ്സിന് തന്നെ നമുക്ക് റിവ്യൂ പറയാം, നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നമുക്ക് പറയാം. പിന്നുള്ളത് അവരുടെ ഒരു സൺസ്ക്രീനാണ് കേട്ടോ. അപ്പോൾ ഈ 2 പ്രൊഡക്റ്റാണ് എനിക്ക് അവരുടെ അടുത്ത് നിന്ന് വന്നത്. ഒന്ന് നയാസിനമൈഡ് 1% SPF 90+ ടിൻറ്റഡ് BB ക്രീമും, പിന്നെ വന്നത് ആക്നെ പ്രോ SPF 50 സൺസ്ക്രീനുമാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് എനിക്ക് ഡെർമാ ടച്ച് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്ന് വന്നിട്ടുള്ളത്. യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. യൂസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ റിവ്യൂ നന്നായിട്ട് ഇടുന്നതായിരിക്കും. ഉടനെ ഒന്നും ഉണ്ടാവത്തില്ലടാ, എന്തായാലും ഒരു 2 വീക്സ് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യത്തുള്ളൂ. കാരണം അപ്പോഴേ നമുക്ക് ശരിക്കുള്ളത് പറയാൻ പറ്റും. ടിൻറ്റഡ് BB ക്രീമിൻ്റെയൊക്കെ നമുക്ക് അപ്പം തന്നെ പറയാം. സൺസ്ക്രീൻ്റെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മൾ സൺസ്ക്രീൻ ഇട്ട് വെളിയിൽ പോയി വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്കൊരു റിവ്യൂ പറയാൻ പറ്റും. എന്ന് വെച്ചാൽ ടാൻ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ഒലിച്ചു വരുന്നുണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. പറയാൻ പറ്റത്തില്ല എന്നൊന്നുമില്ല, പക്ഷേ കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ കുറച്ചുകൂടി ഒരു ബെറ്റർ റിസൾട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. അടുത്ത ബ്രാൻഡ് എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡാണ് കേട്ടോ. പ്ലം വിട്ടൊരു കളിയിൽ എൻ്റെ സ്കിൻ കെയറിൽ ഏറ്റവും കൂടുതലുള്ള സാധനം. മേക്കപ്പിലാണെങ്കിലും ഞാൻ ഉപയോഗിക്കുന്ന ഫൗണ്ടേഷൻ വരെ പ്ലമ്മിൻ്റെ. എനിക്ക് അത്ര ഇഷ്ടമാണ്. അവരുടെ അടിപൊളി പ്രൊഡക്റ്റാണ്. അവരുടെ എനിക്ക് വന്നത് ഞാൻ ശരിക്കും പറയാമല്ലോ, ഞാനിങ്ങനെ എനിക്ക് മേടിക്കണം എന്ന് ആഗ്രഹിച്ച സാധനമാണ്. ചേട്ടാ ഞാൻ നേരത്തെ ഉപയോഗിച്ചിട്ടില്ല എന്നല്ല, ഉപയോഗിച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റി അറിയാവുന്നതുകൊണ്ട് എനിക്കത് മേടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം തീരാറായിട്ടുണ്ടായിരുന്നു, ഓൾമോസ്റ്റ് അത് തീരാറായി. ഇതാണ് കേട്ടോ പ്ലമ്മിൻ്റെ കാജൽ. ഈ പ്ലമ്മിൻ്റെ കാജൽ ഇറങ്ങി ഒരു 6 മന്ത്സിനുള്ളിൽ തന്നെ ഞാൻ മേടിച്ചതാണ് കേട്ടോ. പ്ലമ്മിൻ്റെ കാജൽ അഡിക്ഷൻ എന്ന് പറയത്തില്ലേ, അങ്ങനെ എനിക്ക് തോന്നിയൊരു കാജലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇത്രയോളം ഞാൻ യൂസ് ചെയ്ത് തീർത്തിട്ടുണ്ട്. കാരണം ഇത് അത്ര അടിപൊളിയാണ്. നമ്മൾ എവിടെയെങ്കിലും ലോങ് വെയർ ആ ഒരു ഇതാണ് നമ്മുടെ നീളെന്നുണ്ടെങ്കിൽ നമ്മളിത് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. കുറച്ച് ഹാർഡാണെന്നുള്ളൊരു കാര്യം ഒഴിച്ചാൽ ഇതിൽ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ വീഗനാണ്, നമുക്ക് കണ്ണിന് കേടോ കാര്യങ്ങളൊന്നും അങ്ങനെ എനിക്ക് ഒരു തരത്തിലുള്ള ഇറിറ്റേഷനും ഉണ്ടാക്കാത്ത കിട്ടില്ല കാജലാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് മേടിച്ച് കഴിഞ്ഞപ്പോൾ ആ സമയത്തൊരു 1400 അത്ര ആയിരുന്നു എനിക്ക്. ഞാൻ അത്രയും പൈസ കൊടുത്ത്, പൈസ ഇല്ലാത്ത സമയത്ത് എനിക്ക് കിട്ടുന്ന പോക്കറ്റ് മണി കൂട്ടി വെച്ചിട്ട് ഞാൻ മേടിച്ചതായിരുന്നു ഈ 3 കാജൽ. അതുകൊണ്ട് തന്നെ എനിക്ക് വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ എന്തായാലും ഈ ഒരു ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ എൻ്റെ എക്സ്പീരി തീരുക. അപ്പോൾ പിന്നെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്ക് മേടിക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ കാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ഈ സാധനം PR വന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇത് വന്നിട്ട് അവരുടെ ഗ്രീൻ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഈ ഷെയ്ഡ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി കണ്ടോ ഇത്രയും ഉപയോഗിച്ചതാണ്. അതുകൊണ്ട് എനിക്ക് പറയാം. ഇതാണ് കേട്ടോ ഷെയ്ഡ് വന്നിട്ട്. ഇതുണ്ട് ഇച്ചിരി ഹാർഡാണ്. ആദ്യമേ ഒന്ന് നമ്മളിങ്ങനെ വോം ആക്കണം, ആ ഒരു പ്രശ്നമുള്ളൂ. ഹാർഡാണ്, അത്രേ ഉള്ളൂ. കണ്ടോ ഇതാണ് ഇതിൻ്റെ ഈ ഒരു ഷെയ്ഡ് കേട്ടോ. ഗ്രീൻ ജെംസ്റ്റോണോ അങ്ങനെ എന്തോ അല്ലേ, ജെംസ്റ്റോൺ ഗ്രീൻ. ഇതാണ് കേട്ടോ കളറ്. അടിപൊളി കളറാണ് വന്നിട്ട്, അടിപൊളിയാണ്. പിന്നെ അവരുടെ തന്നെ നമുക്ക് വന്നിട്ടുള്ളത് ബ്ലാക്കാണ് കേട്ടോ. കാണല്ലോ ബ്ലാക്കാണ്. ബ്ലാക്ക് ഭയങ്കര അടിപൊളി ബ്ലാക്കാണ്, ജെറ്റ് ബ്ലാക്കാണ്. കണ്ടോ ഇത് ബ്ലാക്കാണ്. കണ്ടോ ഇതെന്താണെന്നറിയാം, ഇച്ചിരി കട്ടി. ഇത്രയും നാളായില്ല ഞാൻ കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. തുറന്നൊക്കെ വെച്ചിട്ട് അതിൻ്റെയാണ് കേട്ടോ. നല്ല ബ്ലാക്കാണ്, അടിപൊളിയാണ്. ഞാൻ സ്മഡ്ജ് ആവത്തില്ല, അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് രണ്ടുമാണ് എനിക്ക് നെക്സ്റ്റ് PR വന്നത്. ഞാനിപ്പോൾ യൂസ് ചെയ്ത 3 കാജൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള കളേഴ്സ് നോക്കിക്കേ, ബ്ലാക്കും ഈ ജെംസ്റ്റോൺ ഗ്രീനുമാണ്. ഇത് ബ്രൗൺ ആണ് കേട്ടോ. ബ്രൗൺ ഞാൻ അധികം അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഇന്നിപ്പോൾ ഞാൻ കണ്ണിലടിയിൽ എഴുതിയിരിക്കുന്നത് ബ്രൗണാണ്. ഞാൻ അധികം അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് തന്നെ എനിക്ക് PR കിട്ടിയപ്പം ഇല്ല ഒരു പരസ്യത്തിൽ പറയില്ല, മോനെ മനസ്സിൽ എട്ടുപൊട്ടി. അതായിരുന്നു എൻ്റെ ഫീല്. ശരിക്കും ഭയങ്കര ഹാപ്പിയാണ്. ഈ ഒരു സാധനം എനിക്ക് കിട്ടിയതിൽ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. അടുത്ത പ്രോഡക്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് എർത്ത് റിതത്തിൽ നിന്നാണ്. എർത്ത് റിതം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ്. കാരണം ഒരു 1.5 ഇയർ ബാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് അലർജി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫേഷ്യൽ സ്കിന്നിന് അലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഫുഡാണോ അതോ സ്കിൻ കെയർ ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അലർജി വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് എന്തൊക്കെ ചെയ്തിട്ട് ഇത് ഒരു 4-5 ദിവസം കഴിയുമ്പോൾ ഇത് മാറും, പിന്നെ ഇത് വരും. ഇങ്ങനെ എനിക്കൊരു 4-5 തവണ മൾട്ടിപ്പിൾ ടൈംസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു സിറാമായിട്ടുള്ളൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന പറഞ്ഞിട്ട് എനിക്ക് എഴുതി തന്ന ഒരു മോയ്സ്ചറൈസറിൻ്റെ വില കിട്ടപ്പോൾ എൻ്റെ തന്നെ കിളിക്കൂടും പോയെന്ന് പറയത്തില്ല, അങ്ങനത്തെ അവസ്ഥയായിരുന്നു. 1800 രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പം അന്ന് പോപ്പുലർ ആയിരുന്നു എർത്ത് റിതത്തിൻ്റെ സിറാമൈഡിൻ്റെ ഒരു മോയ്സ്ചറൈസർ. അത് യൂസ് ചെയ്ത് വിത്തിൻ ഒരു 7 to 14 days, ഒരാഴ്ച ആയപ്പോൾ തന്നെ എൻ്റെ സ്കിൻ നല്ല ഹീലായിട്ടുണ്ടായിരുന്നു. ഒരു 14 ഡേയ്സിനുള്ളിൽ തന്നെ എൻ്റെ സ്കിന്ന് ഭയങ്കര അടിപൊളിയായി തുടങ്ങി, ഭയങ്കര ബെറ്റർ ആവാൻ തുടങ്ങി. അത് എന്നെ ആ ഒരു ടൈമിൽ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് പ്ലമ്മിൻ്റെ നയാസിനമൈഡ് സിറം, പിന്നെ എർത്ത് റിതത്തിൻ്റെ ഈ ഒരു സിറാമൈഡ് റിപ്പയർ ക്രീം, പിന്നെ പ്ലമ്മിൻ്റെ വിറ്റാമിൻ E ഓയിൽ. ഇത്രയാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്കറിയാം എർത്ത് റിതം എന്ന് പറയുന്ന ബ്രാൻഡ് എൻ്റെ സ്കിന്നിന് അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാൻ അവരുടെ
ഓൾമോസ്റ്റ് ഒരു 2500 പ്ലസ് ഞാൻ അങ്ങോട്ട് പൈസ കൊടുത്ത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈം എല്ലാം തോന്നുന്നു. ഇതിന് മുന്നേ അവരുമായിട്ട് കൊളാബ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് സെക്കൻഡോ തേർഡ് ടൈമോ കണ്ടാണ് ഞാൻ അവരുമായിട്ട് കൊളാബ് ചെയ്യുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് എൻ്റെ അമ്മയുടെ ഫേവറേറ്റ് പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് എർത്ത് അൾട്രാ ഡിഫെൻസ് SPF 50 ഉള്ള സൺസ്ക്രീൻ ആണ്. ഇത് ഒരെണ്ണം കംപ്ലീറ്റ് എൻ്റെ അമ്മ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അമ്മ ആ സൺസ്ക്രീനിൻ്റെ ഇതൊന്ന് എടുത്ത് തരുമോ? അമ്മ യൂസ് ചെയ്യുന്ന സൺസ്ക്രീനിൻ്റെ എർത്ത് ആ അപ്പോൾ കാണിച്ചു തരാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സൺസ്ക്രീൻ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള സൺസ്ക്രീനാണ്. ഇതെനിക്ക് ഫസ്റ്റ് കൊളാബ് വന്നതായിരുന്നു കേട്ടോ ഈ സൺസ്ക്രീന്. അന്നേ എൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റി. ഞാനൊരു ഒറ്റ ദിവസം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു നോക്കട്ടെടി എന്ന് പറഞ്ഞ് മേടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഈ സാധനം അങ്ങ് എടുത്തു. ഇതിൻ്റെ റിവ്യൂ പറയുന്നത് എങ്ങനെയുണ്ട്, ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ക്വാളിറ്റി ഉണ്ട്. അമ്മയ്ക്ക് നന്നായിട്ട് ഇഷ്ടമായ? നന്നായിട്ടുണ്ട്. ഇത് ഫസ്റ്റ് വന്നത് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് പറയാം ഇങ്ങനെ ആടിയെന്ന്. ഇത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇതിനകത്തുണ്ടോ? ഇതിനകത്തില്ല. ഇത് തുറന്ന് കാണിച്ച് തരാം. അയ്യോ, ഇങ്ങനെയാണ് കേട്ടോ പ്രോഡക്റ്റ്. ഇടാ ഇതിനെക്കാട്ടി വലുതമ്മ. അപ്പം പറയും നീ അത് കളഞ്ഞെന്ന്, നീ അത്രയും കളഞ്ഞെന്ന് പറയും. വരുന്നില്ലമ്മ. കുറച്ച് നേരം പമ്പ് ചെയ്യണം. അന്ന് ഇത് കണക്കായിരുന്നല്ലേ. ഓ ഇതുണ്ടോ? ഇതിൻ്റെ മായുണ്ട്. ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ കണ്ടോ, ഈസിലി ബ്ലെൻഡ് ചെയ്യും. നമുക്കങ്ങനെ വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ തരില്ല. ഭയങ്കര അടിപൊളിയാണ് ഇതിൻ്റെ ഈ ഒരു ടെക്സ്ചർ വന്നിട്ട്. അമ്മയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങ് ബുക്ക് ചെയ്ത്, ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അയ്യോ, ഇത് ബുക്ക് ചെയ്തിട്ടുണ്ട്. ശരി എന്നാൽ പോക്കോ, ടാറ്റാ ബൈ. ഓക്കെ, അപ്പോൾ ഇത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്രൊഡക്റ്റാണ്. പിന്നെ എനിക്ക് വരുന്ന എല്ലാ PR പ്രൊഡക്റ്റും നമ്മൾ ഉപയോഗിക്കും. എൻ്റെ വീട്ടുകാർ ഉപയോഗിക്കും, അച്ഛൻ ഉപയോഗിക്കും, അമ്മ ഉപയോഗിക്കും. ഇപ്പോൾ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്താണെങ്കിൽ അവരെ ഞാൻ യൂസ് ചെയ്യിപ്പിക്കും. അവരിതെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് കറക്റ്റ് റിവ്യൂ പറയാൻ പറ്റും. ഞാൻ യൂസ് ചെയ്യാത്ത ഒരു സാധനം, യൂസ് ചെയ്ത് ജെന്യുവൻ റിസൾട്ട് കാണാത്ത ഒരു സാധനം ഞാൻ ഒരിക്കലും ഞാൻ പ്രൊമോട്ട് ചെയ്യത്തില്ല. ഇനി എനിക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ ബ്രാൻഡ് എടുത്ത് പറയും. ഇവിടുന്ന് ചില പ്രോഡക്റ്റ് ഞാൻ റിട്ടേൺ വിട്ടിട്ടുണ്ട്. നമ്മൾ കൊറിയർ അയക്കാനായിട്ട് നമ്മൾ പോയി കൊറിയർ ചാർജ് കൊടുത്ത് നമ്മൾ അങ്ങോട്ട് കൊടുത്ത് അയച്ചിട്ടുണ്ട്. നമുക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ചില ബ്രാൻഡിലേക്ക് നമുക്ക് പേര് വെളിയിൽ പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഞാനതങ്ങ് അയക്കും. എന്തിനാ വെറുതെ? ഞാൻ ഒരിക്കലും എൻ്റെ ഓഡിയൻസിന് ഒരു തരത്തിലും ഞാൻ ചീറ്റ് ചെയ്യത്തില്ല. എനിക്ക് നല്ലതാണെന്ന് തോന്നിയാൽ മാത്രമേ ഞാനത് പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ. അത് പറഞ്ഞിട്ടാണ് നമ്മളൊരു പ്രൊഡക്റ്റ് എടുക്കുന്നത്. പിന്നെ ചില എന്താ പറയുക PR ഒക്കെ നമുക്കിങ്ങനെ വരുമ്പോഴത്തേക്ക് അവർ അപ്സ് മാത്രം പറയാൻ പറയും. അങ്ങനെയുള്ള വീഡിയോസിൽ റീൽസിലൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യുമായിരിക്കും. എന്നിരുന്നാൽ കൂടെ ലോങ് വീഡിയോ അങ്ങനെയുള്ളതിന് ഞാൻ പ്രത്യേകിച്ച് ഇടാറുണ്ട്. യൂട്യൂബ് ചാനൽ പ്രത്യേകിച്ച് ഇടാറുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്സും ഡൗൺസും എന്തായാലും പറഞ്ഞിട്ടുണ്ട് ഞാനതിനകത്ത്. അപ്പോൾ ഞാൻ അത്രയും ജെനുവിനായിട്ട് തന്നെയാണ് ഈ ഒരു ചാനൽ കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഈ ഒരു സിറാമയുടെ ഇതല്ല കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് പച്ച കളറ്. അമ്മ പോയ അമ്മ പിന്നെയും ഞാൻ കാണിച്ചൊരു സെക്കൻഡ്. ഇതായിരുന്നു ഞാൻ അലർജി വന്ന ടൈമിൽ എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ സ്കിന്നിന് എന്താ പറയുക തിരിച്ച് എൻ്റെ ഒരു സ്കിൻ ബാരിയറിനെ റീറ്റെയിൻ ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ. ഇതും ഫൈറ്റോ സിറാമയുടെ തന്നെ ഫൈറ്റോ ക്ലിയർ സെൻറ്റല്ല, പിന്നെ ഹോൾസ്റ്റെയിൽ സേഗ് എക്സ്ട്രാക്ട് അങ്ങനത്തെ എന്തൊക്കെയൊക്കെയോ ഉള്ളത് നോൺ കോമിഡോജനിക് ആയിട്ടുള്ള ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആയിരുന്നു കേട്ടോ. ഇത് ഭയങ്കര അടിപൊളിയാണ്. ഇതിന് തന്നെ സിറാമൈഡ് ഉള്ള ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. 2 മോയ്സ്ചറൈസർ. പിന്നെ ഇവരുടെ തന്നെ വേറെ ഏതോ ഒരു പ്രൊഡക്റ്റും കൂടാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. കിടിലമായിട്ട് എനിക്ക് വർക്ക് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനിതിപ്പോഴും എനിക്ക് എന്തെങ്കിലും സ്കിന്നിന് ഇഷ്യൂസ് വരുമ്പോഴത്തേക്ക് ഞാനിത് ഇങ്ങനെ വെക്കും കേട്ടോ. സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ യൂസ് ചെയ്യും. ആവശ്യത്തിന് എനിക്ക് വേണ്ട ടൈമിൽ നന്നായിട്ട് തന്നെ യൂസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചിങ്ങനെ ചില പ്രോഡക്റ്റ് നമുക്ക് അത്ര ഇഷ്ടമുള്ളത് നമുക്ക് അത്രയും എക്സ്ട്രീം പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പിടിച്ച് വെക്കുമല്ലോ. അങ്ങനെ യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റാണ് കേട്ടത്. അതുകൊണ്ട് എനിക്കറിയാം ഇതിൻ്റെ ക്വാളിറ്റി. പിന്നെ ഇതേ സെയിം സാധനം തന്നെയാണ് ഇത് ഫൈറ്റോ സിറാമൈഡ്. അത് സിറാമൈഡാണ് കൂടുതൽ. 6 എസെൻഷ്യൽ ആയിട്ടുള്ള സിറാമൈഡ്സ് ഉണ്ട്. എസ്പെഷ്യലി ഇത് യൂസ്ഫുൾ ആവുക ഡ്രൈ അല്ലെങ്കിൽ ഫ്ലേക്കി ആയിട്ടുള്ള സ്കിന്ന്, സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ, ഇങ്ങനെ അലർജിയൊക്കെ വരുന്ന സ്കിന്ന് എക്സിമ ഒക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര നല്ലതായിരിക്കും. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് പറയാം. ഈ പ്രൊഡക്റ്റ് എന്നല്ല ഞാൻ പറയുന്നത്, സിറാമൈഡുള്ള മോയ്സ്ചറൈസറൊക്കെ ഭയങ്കര നല്ലതാണ്. എൻ്റെ റീസെൻറ്റ് ഫേവറേറ്റ് ആണ് ഡോട്ട് ആൻഡ് കീയുടെ ഒരു അതും എനിക്ക് PR വന്നതാണ്. പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഡോട്ട് ആൻഡ് കീയുടെ ഒരു ബാരിയർ റിപ്പയർ ക്രീമുണ്ട് സിറാമൈഡുള്ള. കിടില സാധനം. കിടിലെന്ന് പറഞ്ഞാൽ കിടില. ഞാൻ ഓൾറെഡി ഇപ്പോൾ 2 മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട്. എൻ്റെ നല്ല ഓയിലി സ്കിന്നാണ്. പക്ഷേ ഞാൻ എന്താ പറയുക മോയ്സ്ചറൈസർ ഒരിക്കലും ഞാൻ സ്കിപ്പ് ചെയ്യത്തില്ല. ഭയങ്കര നല്ലതാണ്. മടിയുണ്ടോ? ഓഫ് കോഴ്സ് എനിക്ക് മടിയുണ്ട്. ചില സമയമൊക്കെ എനിക്ക് കഴിഞ്ഞ ഒരു നവംബറിൽ ഞാൻ സ്കിൻ കെയർ മര്യാദയ്ക്ക് ഞാൻ ചെയ്തിട്ടേ ഇല്ല. കാരണം പല്ലെടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് സർജിക്കൽ എക്സ്ട്രാക്ഷൻ ആയിരുന്നു. അപ്പോൾ ആ ടൈമിലൊന്നും ഞാൻ സ്കിൻ കെയർ ചെയ്തിട്ടില്ല. എന്നിരുന്നാൽ ഞാൻ സ്കിൻ കെയർ ചെയ്യുവാണെങ്കിൽ ഒരിക്കലും ഞാൻ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യാറില്ല കേട്ടോ. അത്ര നല്ലതാണ്. നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിന് അത്രയും നല്ലതാണ്. പൊക്കി പറയേണ്ട കാര്യമൊന്നുമില്ല. ബ്രാൻഡ് ഉള്ളത് പറഞ്ഞാൽ മതി. പിന്നെ ഇത് തൃതത്തിന് തന്നെ ലിപ്
ഡോണ്ട് ലൈ എന്ന് പറഞ്ഞ സിറം ലിപ്സ്റ്റിക്കാണ്. സിറം ലിപ്സ്റ്റിക്കോ, ഞാൻ ഇത് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, റിവ്യൂ എനിക്കറിയത്തില്ല. പക്ഷെ ഇതിൻ്റെ പാക്കേജിങ് കിടിലമാണ്. ഇതിനകത്ത് SPF 15 ഉണ്ട് കേട്ടോ. ഇതെന്ത് വരാത്തത്? ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ചഷ്മിഷ് എന്നാണ് കേട്ടോ ഷെയ്ഡിൻ്റെ പേര്. കൊള്ളാം, വെറൈറ്റി ആയിട്ടുണ്ട്. ഷെയ്ഡ് നമ്പർ 5. ഇത് ഫസ്റ്റ് വന്നപ്പോഴേ ഞാൻ ഇങ്ങനെ, നമുക്ക് ലിപ്സ്റ്റിക്കൊക്കെ കാണുമ്പോൾ നമുക്കത് തുറന്ന് നോക്കാനുള്ള ഒരു ആകാംക്ഷ കൂടുമല്ലോ. ഇത് ഇങ്ങനെ തുറന്ന് പല രീതിയിൽ നോക്കിയിട്ട് പറ്റുന്നില്ല കേട്ടോ. സംഭവം എന്താണെന്നറിയാവോ, നമ്മൾ ഇങ്ങനെ ഇവിടെ ഒരു നെക്ക് കൊടുത്താൽ മതി. നല്ല അടിപൊളി പാക്കേജിങ് ആണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. ഇതാണ് കേട്ടോ അതിൻ്റെ ഷെയ്ഡ് വന്നിട്ട്, ഭയങ്കര കിടില ഷെയ്ഡ്, അടിപൊളി ഷെയ്ഡ്. എനിക്ക് ഉപയോഗിക്കണമെന്നുണ്ട്, പക്ഷേ ഇപ്പം ഞാൻ വേറെ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാം, സൂക്ഷിച്ച് യൂസ് ചെയ്യാം. എന്നിട്ട് ഞാൻ റിവ്യൂ ഇടാം കേട്ടോ, ഷോർട്സ് ആയിട്ടോ അല്ലെങ്കിൽ ലോങ് വീഡിയോ ആയിട്ടോ ഇടാം ഓരോന്നും. അപ്പോൾ ഇത്രയധികം പ്രൊഡക്ട്സ് ആണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത്. മോസ്റ്റ്ലി ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് കാര്യങ്ങൾ റിവ്യൂ നന്നായിട്ട് പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് വന്നിട്ടുള്ള പ്രൊഡക്ട്സ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.